നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സാധാരണഗതിയിൽ പ്രചരണം എങ്ങനെയാണ്? രാഷ്ട്രീയ നേതാക്കന്മാർ വീടുകളിൽ പോയി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിക്കും. അങ്ങനെ പല സ്ക്വാഡുകളായി വീട് കയറുകയാണ് പതിവ്. കോൺഗ്രസിലെ പുതിയ കെടുതികൾ, അവർക്ക് ഇഷ്ടം പോലെ പണമാണ്. MLA ആയിട്ടേ ഉള്ളൂ, പ്രത്യേകിച്ച് യൂത്ത് വ്യാജൻ. കഴിഞ്ഞ ദിവസം മുണ്ടേരിയിൽ 5 ക്യാമറയായിട്ട് നേരിട്ട് ചെന്ന് ചില റീൽസ് ഷൂട്ടിംഗ് നടക്കുകയാണ്. അതായത് പാലത്തിൻ്റെ നിർമ്മാണം അവിടെ പൂർത്തീകരിച്ച് വരികയാണ്. മുണ്ടേരി കോളനിയുമായി ബന്ധപ്പെട്ട ഏറെക്കാലമായിട്ടുള്ള ഗതാഗത പ്രശ്നത്തിന് സർക്കാർ സംവിധാനമൊരുക്കുന്നു. സ്വാഭാവികമായി അവിടെ പോയി നിന്ന് എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കണം. പ്രതിപക്ഷ നേതാവ് ഈ അടുത്ത ദിവസം കുറച്ച് മാപ്രകളുമായിട്ട് ചങ്ങാടത്തിൽ പോയതിന് പിന്നാലെ അടിമ ആ മേഖലയിൽ 5 ക്യാമറ. ഒന്ന് ആലോചിക്കണേ, ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥിയല്ല, കേവലം ഒരു MLA മാത്രം. അയാൾക്ക് 5 ക്യാമറ കൊണ്ട് നടന്ന് PR വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ കയ്യിലുള്ള പണം ഒന്ന് ആലോചിച്ചേ. അതും പ്രതിപക്ഷത്ത് നിൽക്കുമ്പോൾ. കേവലം 1 വർഷത്തിന് താഴെ മാത്രമേ ആയിട്ടുള്ളൂ യൂത്ത് വ്യാജൻ MLA ആയിട്ട്. കൂടെയുള്ള PK ഫിറോസ് കത്വ ഫണ്ട് തട്ടിപ്പും ഉന്നാവോ ഫണ്ട് തട്ടിപ്പൊക്കെയായി ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ പണവും ഒരു പണിയെടുക്കാതെ അദ്ദേഹത്തിന് മണിമാളികകൾ പോലും വയ്ക്കാൻ പറ്റിയ സാഹചര്യമുണ്ട്. അങ്ങനെ രാഷ്ട്രീയത്തിൽ പദവികളിലെത്താതെ കോടീശ്വരനായി മാറിയ വ്യക്തികൾ